പാകിസ്ഥാനെതിരായ ഇന്ത്യയുടെ പോരാട്ടത്തിന് റഷ്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകും. അക്രമപരമായ തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇന്ത്യ തങ്ങളുടെ ഒരു പൂർണ്ണ സഖ്യകക്ഷിയാണ്. ഭീകരവാദത്തോടുള്ള ഈ ഇരട്ട സമീപനത്തെ രാജ്യങ്ങൾ എങ്ങനെ നേരിടണമെന്ന ചോദ്യത്തിന് പുടിൻ നൽകിയ മറുപടിയാകട്ടെ വളരെ വ്യക്തമായത് തന്നെയാണ്. അത് വളരെ ലളിതമാണ്. സ്വാതന്ത്ര്യം നേടുന്നതിന് നമ്മൾ നിയമപരമായ മാർഗങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ. ക്രിമിനൽ രീതികളോ ആളുകൾക്ക് ദോഷം വരുന്നതോ ആയ ഒരു നടപടിയെയും പിന്തുണയ്ക്കാൻ കഴിയില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ഈ വാക്കുകളിൽ നിന്ന് പോലും വളരെ വ്യക്തമാണ് ഇന്ത്യക്കൊപ്പം ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പുടിൻ ഉണ്ടാകുമെന്നത്. പാകിസ്ഥാൻ ആകട്ടെ ഇന്ത്യയോട് കൊമ്പ് കോർക്കാൻ നിൽക്കുമ്പോൾ പുടിനാകട്ടെ ഇന്ത്യയിലേക്ക് എത്തി മോദി നൽകിയ അത്താഴ വിഴുന്ന് ഒരു മടിയും കൂടാതെ തന്നെ സ്വീകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഇത് സൂചിപ്പിക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിശ്വാസത്തെ തന്നെയാണ്. എന്നാൽ ട്രംപിന്റെ അടുത്തേക്ക് ചെന്ന പുടിനാകട്ടെ ഒരു തുള്ളി വെള്ളം പോലും അവിടുന്ന് കുടിക്കാൻ അദ്ദേഹം വിസമ്മതിക്കുകയാണ് ചെയ്തത്. മാത്രമല്ല അദ്ദേഹം പല രീതിയിലും അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ട്രംപുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് പോലും അവിടെ അദ്ദേഹം ഒരു രീതിയിലേക്കെങ്കിലും പോലും അവിടേക്ക് എത്തിയത്. എന്നാൽ ഇന്ത്യയിലേക്ക് വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കാണുമ്പോൾ പോലും അദ്ദേഹം ഇത്രയധികം ആകുലനാകാതെ തന്നെ വളരെ സന്തോഷവാനായിട്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ കാണാൻ സാധിച്ചത്. പഹൽഗാമിലെയും ഡൽഹിയിലെയും ഭീകരാക്രമണങ്ങളെക്കുറിച്ചും ഒരേ ഗ്രൂപ്പിനെ ഒരു രാജ്യത്ത് ഭീകരരെയും മറ്റൊരു രാജ്യത്ത് സ്വതന്ത്ര പോരാളിയായും ലേബൽ ചെയ്യുന്ന ആഗോള പ്രവണതയെക്കുറിച്ചുമുള്ള ചോദ്യത്തിന് മറുപടി പറയവെയായിരുന്നു ഇപ്പോൾ പുടിൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് ഇപ്പോൾ തുടക്കമായിരിക്കുകയാണ്. ന്യൂഡൽഹിയിലെ ഹൈദരാബാദ് ഹൗസിലാണ് ഉച്ചകോടി നടക്കുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചേർന്നുകൊണ്ടാണ് 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്ക് നേതൃത്വം നൽകുന്നത്. അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നുമുള്ള ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിൽ പോലും റഷ്യയുമായുള്ള വ്യാപാര പ്രതിരോധ ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. ഈ ഉച്ചകോടിയിലൂടെ ഇക്കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ദീർഘകാല തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിലാണ് ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും. പ്രതിരോധ ബന്ധങ്ങൾ, അധിക S-400 മിസൈൽ സംവിധാനങ്ങൾ, ഏറ്റവും പുതിയ സുഖോയ് വിമാനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള പുതിയ ഇടപാടുകൾ അല്ലെങ്കിൽ ഏറ്റെടുക്കലുകൾ, റഷ്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുക തുടങ്ങിയ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി മോദിയും പ്രസിഡന്റ് പുടിനും വളരെ നല്ല ചർച്ചകളാണ് പങ്കുവയ്ക്കാൻ ഒരുങ്ങുന്നതും. അതേപോലെ തന്നെ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി തന്നെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇന്ത്യയിലെത്തിയ റഷ്യൻ പ്രസിഡന്റ് ഇന്ന് രാവിലെ രാഷ്ട്രപതി ഭവനിൽ ആചാരപരമായ സ്വീകരണം നൽകുകയും അദ്ദേഹം അവിടേക്ക് എത്തുകയും ചെയ്തു. 27 മണിക്കൂർ ഇന്ത്യൻ സന്ദർശനത്തിനാണ് പുടിൻ എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ വ്യാഴാഴ്ച രാത്രി ഡൽഹിയിലെ പാലം വ്യോമയാന വിമാനത്താവളത്തിലെത്തിയ റഷ്യൻ പ്രസിഡന്റിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിൽ കണ്ട് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് അദ്ദേഹത്തിന് പ്രത്യേക സ്വകാര്യ വിരുന്നും ഒരുക്കിയിരുന്നു. മാത്രമല്ല ഇന്ന് റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യൻ രാഷ്ട്രപതിയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് ചെയ്തിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.